ഹരിയും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ നാരായണീയ അധ്യയനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദശകം 73 ദശകത്തിലെ പാരായണം ധ്യാനമാണ്. നമ്മുടെ യാത്ര, നാരായണീയ പഠനയാത്ര തുടങ്ങി കുറച്ച് നാളായി. ഏകദേശം ഇനിയും കോട്ടയം എത്താറായി. അപ്പൊ എല്ലാ യാത്രക്കാർക്കും സ്വാഗതം. പല യാത്രകളും നമ്മുടെ ഇതിഹാസം തന്നെ മാറ്റിയിട്ടുണ്ട്. പണ്ട് യൂറോപ്യൻ ശക്തികൾ യാത്ര ചെയ്ത് നമ്മുടെ രാജ്യത്തെത്തിയപ്പോൾ നമ്മുടെ ഇതിഹാസം തന്നെ മാറിപ്പോയി. പക്ഷെ ഏതായാലും തിരിച്ചു നമ്മുടെ മഹത്തായ ഒരു ഭാവിയിലേക്ക് നമ്മുടെ യാത്ര പിന്നെയും തിരിച്ച് എന്നോ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ കോട്ടയം. കോട്ടയം നമുക്ക് എല്ലാവർക്കും അറിയാം. കോട്ടയം അക്ഷരങ്ങളുടെ നാടാണെന്ന് പറയുന്നു, പിന്നെ തടാകങ്ങളുടെ നാടാണെന്ന് പറയുന്നു. ഏതായാലും കോട്ടയത്ത് ഈ റബ്ബർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നും നമുക്കറിയാം. റബ്ബർ ഫാക്ടറിയും ഒക്കെ ഉള്ളൊരു ജില്ലയാണ്. പിന്നെ 100% അക്ഷരത നേടിയ ഏറ്റവും ആദ്യത്തെ ഒരു സ്ഥലമാണ് കോട്ടയം. പിന്നെ നമുക്കറിയാം മലയാളം പ്രസ്, ആദ്യത്തെ മലയാളം പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയതും കോട്ടയത്താണ്. അതല്ലാതെ കോട്ടയത്ത് നമുക്കറിയാം പല മഹാദേവ ക്ഷേത്രങ്ങളുണ്ട്. ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി, തളിയിൽ മഹാദേവ ക്ഷേത്രം, തിരുനക്കര മഹാദേവ ക്ഷേത്രം, പിന്നെ സൂര്യന്റെ ഒരു അമ്പലം ആദിത്യപുരം. ഈ എല്ലാം നല്ല ക്ഷേത്രങ്ങളുള്ള, ഞാൻ നമ്മുടെ സ്നേഹമിലനിൽ പോകുന്നവരെ ഇത്രയും നല്ല നല്ല ക്ഷേത്രങ്ങളുണ്ട് എന്ന് അറിയത്തില്ലായിരുന്നു. മനോരമ, മംഗളം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നായിരുന്നു കോട്ടയത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ കോട്ടയം സ്റ്റേഷനിൽ എത്തുന്നവരാണ് നമ്മുടെ വാസുദേവൻ അണ്ണന്, പിന്നെ ലളിത വാസുദേവൻ അക്ക, ഗിരിജ അക്ക, പിന്നെ രുക്മിണി അക്ക. ഇവരെല്ലാവരും നമ്മുടെ അടുത്ത സ്റ്റേഷനിൽ കയറുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പേര്, ബാക്കിയുള്ള എല്ലാവരും ഏകദേശം ആലപ്പുഴയിൽ നിന്ന് കയറുന്നവരാണ്. നമുക്ക് ആലപ്പുഴ എന്ന് പറയുമ്പോൾ കിഴക്കിലെ വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഓർമ്മ വരുന്നു. ബോട്ട് ഹൗസുകൾ, നെഹ്റു ട്രോഫി, കുട്ടനാടിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. സമുദ്രനിരയുടെ താഴെ നെല്ല് കൃഷി ചെയ്യുന്ന ഒരു ഇടമാണ്. വളരെ അപൂർവമായിട്ടുള്ള സ്ഥലം. പിന്നെ കയറ് കമ്പനികൾ തുടങ്ങിയ സ്ഥലമാണ് ആലപ്പുഴ. ഇവിടെയും നല്ല നല്ല ക്ഷേത്രങ്ങളുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, പാൽപ്പായസം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രം, മുല്ലക്കൽ ചിറപ്പ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം അറിയാത്തവര് മലയാളികൾ അപൂർവമായിരിക്കും. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഹരിപ്പാട്, അതേപോലെ മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഇങ്ങനെ പല പല ക്ഷേത്രങ്ങളും ആലപ്പുഴ ജില്ലയിൽ ഉണ്ട്. ഏതായാലും ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വരാൻ നിൽക്കുമ്പോൾ അവിടെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ യാത്രികൻ കൃപയാ ധ്യാൻ ദീജിയെ, നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒന്ന് ആലപ്പുഴ വഴിയായിരിക്കും, അല്ലെങ്കിൽ കോട്ടയം വഴിയായിരിക്കും. ഐലൻഡ് വരുന്ന കോട്ടയം വഴിയും കൊച്ചുവേളി എക്സ്പ്രസ് വരുന്നത് ആലപ്പുഴ വഴിയായിരിക്കും. പക്ഷെ ഇന്നത്തെ പ്രത്യേകത, ഇത് കോട്ടയം കഴിഞ്ഞിട്ട് ആലപ്പുഴയും പോകുന്നുണ്ട് ഈ വണ്ടി. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് ഇന്നത്തെ പാരായണത്തിൽ എത്തിയിരിക്കുന്നവർ ഒന്ന് നോക്കാം. ധ്യാന ശ്ലോകം ചൊല്ലാനായിട്ട് വൈഷ്ണവി അക്ക, ചാൻറ്റിങ് ഗൈഡൻസിനായിട്ട് ഗിരിജ അക്ക, റിപ്പീറ്റേഷനായിട്ട് 1 വരെ 10 ശ്ലോകങ്ങൾ ചൊല്ലുന്നത് ഇവരൊക്കെയാണ്.
ജയശ്രീ ബി അക്ക, രാജലക്ഷ്മി അക്ക, സുഷ്മ അക്ക, ഭാനുമതി അക്ക, ഹരിദാസ് അണ്ണൻ, അനീഷ് അണ്ണൻ, പ്രേമവല്ലി അക്ക, ഗീത, ഷിബു അക്ക, രാജേശ്വരി അക്ക, ശ്രീകുമാർ അണ്ണൻ. തുടർന്ന് എക്സ്പ്ലനേഷനായിട്ട് 1 മുതൽ 4 വരെ ശ്ലോകങ്ങൾ രാജേന്ദ്ര കുറുപ്പണ്ണനും, രുക്മിണി അക്ക 5 മുതൽ 8 വരെ, അത് കഴിഞ്ഞ് വാസുദേവ അണ്ണൻ 9ഉം 10ഉം ശ്ലോകത്തിന്റെ വിവരണം നൽകുന്നു. സമർപ്പണ ശ്ലോകം ലളിത വാസുദേവൻ അക്ക, ലോക കല്യാണ മന്ത്രം രാകേഷ് അണ്ണൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങാം. അതിനായി ധ്യാന ശ്ലോകം ചൊല്ലാനായി വൈഷ്ണവി ഒക്കെ ക്ഷണിച്ചോളൂ. അഗജാനന പദ്മാകം ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ശ്രീ മഹാഗണപതായേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്यै നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോട്ടയം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലൂടെയുള്ള പ്രയാണത്തിലാണ്. നമ്മളിപ്പോ 73ാം ദശകത്തിലാണ് എത്തി നിൽക്കുന്നത്. ഭഗവാന്റെ മധുരാപുര യാത്ര. ഇതിന്റെ വൃത്തം വസന്തമാലിക. നമുക്ക് ശ്ലോക പഠനം ആരംഭിക്കാം. ശ്ലോകം 1, പദച്ഛേദം. നിശമയ്യ തവ അധ യാനവാർത്താം വൃശം ആർത്താഹ പശുപാല ബാലികാഹ താഹ. കിം ഇദം കിം ഇദം കിമിദം കിമിദം കഥം ന്യു ഇതി മാഹ സമവേദാഹ പരിദേവിതാനി അകുർവൻ. ശ്ലോകം പഠിക്കാം. നിശമയ്യ തവാഥയാനവാർത്താം ഭൃശമാർത്ത പശുപാല ബാലികാസ്താഹ. നിശമയ്യ തവാഥയാനവാർത്താം ഭൃശമാർത്ത പശുപാല ബാലികാസ്താ. കിമിദം കിമിദം കഥം ന്യുതിമാഹ സമവേദാ പരിദേവിതാന്യകുർവൻ. കിമിദം കിമിദം കഥം നിധിമാ സമവേദാ പരിദേവിതാന്യകുർവൻ. നിശമയ്യ തവാഥയാനവാർത്താം ഭൃശമാർത്താ പശുപാല ബാലികാസ്താ. കിമിദം കിമിദം കഥം നിധിമാ സമവേദാ പരിദേവിതാന്യകുർവൻ. നിശമയ്യ തവാഥയാനവാർത്താം ഭൃശമാർത്താ പശുപാല ബാലികാസ്താ. കിമിദം കിമിദം കഥം നിധിമാ സമവേദാ പരിദേവിതാന്യകുർവൻ. ശ്ലോകം 2, പദച്ഛേദം. കരുണാനിധിഃ യേഷ നന്ദസൂനുഃ കഥം അസ്മാൻ വിസൃജേത് അന്യനാഥ. ബദ ന കിമു ദൈവം ഏവ ആസീത് ഇതി താഹ ത്വദ് ഗതമാനസാഃ വിലേപുഃ. ശ്ലോകം പഠിക്കാം. കരുണാനിധിരേഷ നന്ദസൂനു
കഥമസ്മാൻ വിസൃജേതനന്യനാഥാഃ. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേദനന്യനാഥാഃ. വദന കിമു ദൈവമേവമാസീദ് ഇതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ. വദന കിമു ദൈവമേവമാസീത് ഇതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേതനന്യനാഥാഃ. വദന കിമു ദൈവമേവമാസീദ് ഇതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേദനന്യനാഥാഃ. വദന കിമു ദൈവമേവമാസീത് ഇതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ. ശ്ലോകം 3 പദച്ഛേദം. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്രാ നിജ മിത്ര മണ്ഡലൈഃ ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഹായം ഏകം. ശ്ലോകം പഠിക്കാം. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്രാ നിജ മിത്ര മണ്ഡലൈശ്ച. ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച. പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജ സഖായമേകം. പരിതാപഭരം നിദംബനീനാം ശമയിഷ്യൻ വ്യമുജ സഖായമേകം. ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹ പിത്രാ നിജമിത്ര മണ്ഡലൈശ്ച. പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജ സഖായമേകം. ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച. പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജ സഖായമേകം. അടുത്തതായി ശ്ലോകം 4 പദച്ഛേദം. അചിരാത് ഉപയാമി സന്നിധിം വഹ ഭവിതാ സാധു മയ ഏവ സംഗമശ്രീഹി. അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതം ഇതി ആശ്വസിതാ വധുഃ അകാർഷീഹി. അചിരാതുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീഹി. അചിരാതുപയാമി സന്നിധിമോ ഭവിതാ സാധുമയൈവ സംഗമശ്രീ. അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിതാ വധൂരകാർഷീഹി. അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിത വധുരകാർഷീ. അചിരാതുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീ. അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിതാ വധൂരകാർഷീഹി. അചിരാതുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീ. അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാസ്വദിത വധുരകാർഷീ. അടുത്തതായി ശ്ലോകം 5 പദച്ഛേദം. സവിഷാദഭരം
സയാജ്ഞം ഉച്ചൈഹി അതിദൂരം വനിതാഭിഹി ഈഷ്യമാനഃ മൃദു തദ് ദിശി പാതയൻ അപാംഗാൻ സബലഃ അക്രൂരരഥേന നിർഗത അഭൂഹു സവിഷാദഭരം സയാജ്ഞമുച്ചൈഃ അതിദൂരം വനിതാഭിരീക്ഷ്യമാണഃ സവിഷാദഭരം സയാജ്ഞമുച്ചൈഃ അതിദൂരം വനിതാഭിരിഷ്യമാണ മൃദു തദ്ദിശി പാതയന്നപാംഗാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂഃ മൃദു തദ്ദിശി പാതയന്നപാംഗാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂഃ സവിഷാദഭരം സയാജ്ഞമുച്ചൈഃ അതിദൂരം വനിതാഭിരീക്ഷ്യമാണഃ മൃദു തദ്ദിശി പാതയന്നപാംഗാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂഃ സവിഷാദഭരം സയാജ്ഞമുച്ചൈഃ അതിദൂരം വനിതാഭിരിക്ഷ്യമാണ മൃദു തദ്ദിശി പാതയന്നപാംഗാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂഃ. ശ്ലോകം 6 പദച്ഛേദം. അനസാ ബഹുലേന വല്ലവാനാം മനസാ ച അനുഗതഃ അഥ വല്ലഭാനാം വനം ആർത്തമൃഗം വിഷണ്ണവൃക്ഷം സമ അതീതഃ യമുനാ തടീഹി അയാസി. അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോധ വല്ലഭാനാം അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോത്ത വല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാ തടീമയാസി. വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാ തടീമയാസി. അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോധ വല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാ തടീമയാസി. അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോത്ത വല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാ തടീമയാസി. ശ്ലോകം 7 പദച്ഛേദം. നിയമായ നിമജ്യ വാരിണി ത്വാം അഭിവീക്ഷ്യ അഥ രഥേപി ഗാന്ധിനേയഃ വിവശഃ അജനി കിം നു ഇദം വിഭോസ്തേ നനു ചിത്രം തു അവലോകനം സമന്താത്. നിയമായ നിമജ്യ വാരിണി ത്വാം അഭിവീക്ഷ്യാധരഥേപി ഗാന്ധിനേയഃ. നിയമായ നിമജ്യ വാരിണി ത്വാം അഭിവീക്ഷ്യാധരഥേപി ഗാന്ധിനേയഃ. വിവശോ ജനി കിം നിദം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. വിവശോ ജനി കിന്വിദം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താൽ. നിയമായ നിമജ്യ വാരിണി ത്വാം അഭിവീക്ഷ്യാധരഥേപി ഗാന്ധിനേയഃ. വിവശോ ജനി കിം ന്വിദം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. നിയമായ നിമജ്യ വാരിണി ത്വാം
अभिवीक्ष्याधरतेऽपि गान्धिनेय विवशोजनिकिन्विदं विभोस्ते ननु चित्रं त्ववलोकनं समन्दाल्. ശ്ലോകം 8 പദച്ഛേദം. പുനഃ യേഷ നിമജ്യ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോജേ ഭോഗേ അരി കമ്പു ഗദ അംബുജൈഹി സ്ഫുരന്തം സുര സിദ്ധൗഹ പരീതം ആലുലോകേ. പുനരേഷ നിമജ്യ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ. പുനരേഷ നിമജ്യ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികമ്പുഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗഖ പരീതമാലുലോകേ. അരികമ്പുഗതാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗകപരീതമാലുലോകേ. പുനരേഷ നിമജ്യ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികമ്പുഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗഖ പരീതമാലുലോകേ. പുനരേഷ നിമജ്യ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികമ്പുഗതാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗകപരീതമാലുലോകേ. ശ്ലോകം 9 പദച്ഛേദം. സഹ തദാ പരമാത്മ സൗഖ്യ സിന്ധൗ വിനിമഗ്നഃ പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനഃ ച ഹർഷസിന്ധോഃ അനുവൃത്യ പുളകാവൃതഃ യയൗ ത്വാം. ശ്ലോകം പഠിക്കാം. സതതാ പരമാത്മ സൗഖ്യ സിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈഃ. സതതാ പരമാത്മസൗഖ്യസിന്ധോ വിനിമഗ്ന പ്രണുവാൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോ അനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. അവിലോക്യ പുനശ്ച ഹർഷസിന്ധോ അനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. സതതാ പരമാത്മ സൗഖ്യ സിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോ അനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. സതതാ പരമാത്മസൗഖ്യസിന്ധോ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോ അനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. ശ്ലോകം 10 പദച്ഛേദം നോക്കാം. കിമു ശീതളിമാ മഹാൻ ജലേ യത് പുളകഃ അസൗ ഇതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർത്ഥം രഥവാസീ പവനേശ പാഹിമാം ത്വാം. ശ്ലോകം പഠിക്കാം. കിമു ശീതളിമാ മഹാൻ ജലേയത് ചോദിതേന തേന കിമു ശീതളിമാ മഹാൻ ജലേയത് പുളിഗോ സാവിതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർത്ഥം രഥവാസീ പവനേശ പാഹി മാം ത്വം. അതിഹർഷ നിരുത്തരേണ സാർത്ഥം
രഥവാസീ പവനേശ പാഹി മാം ത്വം. കിമു ശീതളിമാമഹാഞ്ജലേയത് പുളകോസാവിധി ചോദിതേന തേന അതിഹർഷനിരുത്തരേണ സാർത്ഥം രഥവാസീ പവനേശ പാഹി മാം ത്വം. കിമു ശീതളിമാം മഹാഞ്ജലേയത് പുളകോസാവിധി ചോദിതേന തേന അതിഹർഷനിരുത്തരേണ സാധം രഥവാസീ പവനേശ പാഹി മാം ത്വം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമ സർവേഭ്യഃ. പ്രിയ സഹയോഗികളെ, ഇന്ന് നാം ഇവിടെ അനുസന്ധാനം ചെയ്യുന്നത് ദശകം 73 ഭഗവാന്റെ മധുരാപുര യാത്രയാണ്. 73 ദശകം 73 ഭഗവാന്റെ മധുരാപുര യാത്ര. ഇവിടെ ദേവർഷി നാരദൻ തന്റെ സംവാദത്തിൽ കംസനെ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. കൃഷ്ണൻ വസിക്കുന്നു പ്രകൃതിരമണീയമായ വൃന്ദാവനത്തിൽ, ഗോപബാലരുടെ ഗ്രാമമായ നന്ദഗ്രാമമായ അമ്പാടിയിൽ വസിക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ കംസൻ തൻ്റെ ലക്ഷ്യ സാധ്യത്തിനായിട്ടാണ് ധനുർയാഗം എന്ന ഒരു യാഗം നടത്തുന്നു. ആ യാഗത്തിലൂടെ എല്ലാവരെയും നിമന്ത്രണം ചെയ്ത് അവിടെ വരുത്തിയിട്ട്, യാഗശാലയിൽ വരുത്തിയിട്ട് തന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് കംസന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം അക്രൂരനെയാണ് അയക്കുക. അക്രൂരൻ ഭഗവത് ഭക്തനാണ്, അതേസമയം മാതുലനാണ്, അതേസമയം തന്നെ നിർബന്ധപൂർവം കംസന്റെ ദാസനുമാണ്. അങ്ങനെ അക്രൂരൻ ഈ വിവരം അറിയിക്കുന്നു. അങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന്, അതായത് അമ്പാടിയിൽ നിന്ന് ഭഗവാൻ സുഹൃത്തുക്കളും പിതാവും ബലരാമനുമൊത്ത് മഥുരാപുരിയിലേക്ക് പോവുകയാണ് രാത്രിയുടെ അന്ത്യയാമത്തിൽ. ഈ വിവരം അറിഞ്ഞ ഗോപബാലികമാരുടെ ദുഃഖമാണ് ആദ്യ ശ്ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. നിശമന്യ അഥ തവ യാനവാർത്താം നിശമന്യ. അങ്ങയുടെ യാനവാർത്ത, ഈ സഞ്ചാരത്തിനെ അറിഞ്ഞിട്ട് ആ ഇളയ പെൺകുട്ടികൾ പശുപാല ബാലികാഹ താഹ, ആ സ്ത്രീകൾ, പശുപാല ബാലികർ ആർത്തകളായി, അല്ലെങ്കിൽ ദുഃഖിതരായി. കിമിതം എന്തു പറ്റി, കഥം നിതീമം, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എങ്ങനെ ഇത് വന്നു ഭവിച്ചു എന്ന് അവര് പരിവേദനം ചെയ്തു, ആവലാദികൾ പറയും. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഗോപബാലികമാരുടെ പരസ്പരമുള്ള ആവലാതി പറച്ചിലാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമവേദാഹ പരിദേവിതാന്യ കൃപൻ, അവരെല്ലാരും കൂടെ ഒന്നു ചേർന്നിട്ട് അവർ പരിദേവനം ചെയ്തു. രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? അവര് തന്നെ പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഭഗവതോത്തംസമായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തന്റെ വാതഹര സാധ്യത്തിനായിട്ട്, വാതഹരം ചെയ്യുവാനായിട്ട് ഭഗവത് സ്തുതികരങ്ങളായ കീർത്തനങ്ങളുടെ ഭഗവാന്റെ കഥ തന്നെ കവിതാരൂപത്തിൽ രചിച്ച് പാഠകം ചെയ്യുകയാണ്. ആ കഥയിലെ ഒരു ഘട്ടം, അതായത് രാസലീലാ ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാനാണെങ്കിലും മനുഷ്യ ജീവന മാതൃകാപരമായിട്ടുള്ള സകല ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതിൽ അങ്ങനെ സന്തോഷത്തിൻ്റെതായ കാലം കഴിഞ്ഞിട്ട് അവസാനം സ്വന്തം അവതാരോദ്ദേശങ്ങളെ പാലിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഗമിച്ചിറങ്ങുകയാണ് ഭഗവാൻ. ആ ഒരു ഘട്ടമാണ് ഇവിടെ നമ്മൾ മധുരാപുര യാത്രയിൽ കാണുന്നത്. അങ്ങനെ ഗോപബാല ബാലികമാരുടെ പരിദേവനം നടക്കുകയാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കരുണാനിധി ഏഷ നന്ദസൂനുഹു, ഇങ്ങനെ ആ നന്ദസൂന്, നന്ദപുത്രനായ കരുണാനിധി, കഥം അസ്മാൻ വിസർജോ അനന്യനാഥകളായ നമ്മൾ, വേറെ ഒരു നാഥന്മാരും ഇല്ലാത്ത നമ്മളെ, കഥം എപ്രകാരം നമ്മളെ ഉപേക്ഷിച്ചു, എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും ഈ ദയാവാരിധിയായ നാഥന്? അപ്പോ വേറൊരാശ്രമമില്ലാത്ത നമ്മളെയാണ് ഉപേക്ഷിച്ചത്. കഷ്ടം. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഗതി എങ്ങനെ വന്നു? ദൈവം എന്ന ഈ പദത്തിൽ നമ്മളുടെ കർമ്മഫലം എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഇങ്ങനെ ഒരു കർമ്മഫലം അല്ലെങ്കിൽ യോഗം വരുവാൻ, വിധി വിഹിതമായിട്ടൊരു യോഗം വരുവാനുള്ള കാരണം എന്ത്
എന്നവർ പരസ്പരം പരിദേവനം ചെയ്യുകയാണ്. ഈ ബാലികമാർ അങ്ങനെ അങ്ങയെ തന്നെ വിചാരിച്ച്, മേൽപ്പത്തൂരാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. മേൽപ്പത്തൂർ പറയുകയാണ്, അങ്ങയെ തന്നെ വിചാരിച്ച് ആ ഗോപികമാർ ഇങ്ങനെ വിലപിക്കുകയാണ്. വീണ്ടും കഷ്ടം, നമുക്ക് ഇങ്ങനെ സംഭവിച്ചുവല്ലോ, മറ്റൊരാശ്രമമില്ലാത്ത നമ്മളെ എങ്ങനെയാണ് ഈ ഭഗവാൻ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് വിലപിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിലാകട്ടെ, ഈ അന്ത്യയാമത്തിൽ, രാത്രിയുടെ അന്ത്യയാമത്തിൽ അങ്ങ് പോയതായിട്ട് പറയുന്നുണ്ടല്ലോ. ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹപിത്ര നിജമിത്രമണ്ഡലൈശ്ച. മിത്രമണ്ഡലത്തിനോടുകൂടി, പിതാവിനോടും കൂടി അങ്ങ് ചരമപ്രഹരേ, രാത്രിയുടെ അന്ത്യയാമത്തിൽ, പ്രതിഷ്ഠമാനാഹ, യാത്ര ആരംഭിച്ചു, പ്രസ്ഥാനം ആരംഭിച്ചു. പരിതാപഭരം ഇദംബിനീനാം, അങ്ങനെ ഈ സുന്ദരികളായ സ്ത്രീകളുടെ സങ്കടമായ അവസ്ഥ അറിഞ്ഞിട്ട്, അറിയാമല്ലോ, അറിഞ്ഞിട്ട് ശമിപ്പിക്കുവാൻ, ശമീഷ്യൻ യമുചഃ സഖായമേകം, ഒരു സഖിയെ, ഒരു സുഹൃത്തിനെ ഈ ഗോപബാലികകളുടെ അല്ലെങ്കിൽ ഗോപികമാരുടെ സങ്കടം ശമിപ്പിക്കുവാനായിട്ട് ഒരു സഖാവിനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ നാം കാണുന്നത്. രാത്രിയിലെ ഒടുക്കത്തെ യാമത്തിൽ സുന്ദരിമാരുടെ കനത്ത സങ്കടത്തെ ശമിപ്പിക്കുവാനായിട്ട് ചങ്ങാതിയെ പറഞ്ഞയക്കുകയും, നാലാമത്തെ ശ്ലോകത്തിലാകട്ടെ, അജിരാദ് ഉപയാമി സന്നിധിം വോ വഹ ഭവിതാ സാധു മയൈവ സംഗമശ്രീ. ഒട്ടും താമസിയാതെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊള്ളാം എന്ന് ഭഗവാൻ ആശ്വാസവചനങ്ങൾ അറിയിക്കുകയാണ് സഖികൾ. എന്നോടുകൂടെ തന്നെയുള്ള സമാഗമ സൗഭാഗ്യം നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാകും. അതായത് സംഗമശ്രീ, നമ്മൾ തമ്മിലുള്ള സംഗമം ശ്രീ ഐശ്വര്യദായകമാണ്. അത് ഭവിത സാധു, സാധുവായി ഭവിക്കും, വീണ്ടും സംഭവിക്കും. അങ്ങനെ അമൃതാംബുനിധവും, അമൃത രാശിയിൽ, അതായത് അമൃത സാഗരത്തിൽ നിങ്ങളെല്ലാം നിമജ്ജനം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന ദ്രുതമിത്യാശ്വസ, പെട്ടെന്ന് തന്നെ ആശ്വാസം വരും എന്ന് മധുര കാശി. അങ്ങനെ വധുക്കളെ, ഈ ഗോപികമാരെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ ഈ ഘട്ടത്തിൽ ഗോപികമാരുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സങ്കടത്തിന് ഭഗവാൻ തന്റെ സഖിയെ അയച്ച് അതിനെ ശമിപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. തന്റെ ഉത്തരവാദിത്വത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഭഗവാൻ നിർവഹിക്കുമ്പോൾ തന്നെ തന്റെ പ്രാഥമികമായ എല്ലാ പരിഗണനകളും, എല്ലാ ഭക്തജനങ്ങളോടുമുള്ള പരിഗണനകളും ഒരുപോലെ ഭഗവാൻ നിർവഹിക്കുന്നു എന്ന് നമുക്കിവിടെ ഭംഗ്യന്തരയുടെ കാണാവുന്നതാണ്. അപ്പോ മേൽപ്പത്തൂര് ഈ വക കാര്യങ്ങൾ ഭഗവാനോട് പറയുന്നതിലൂടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യൻ തരണം ചെയ്തു പോകേണ്ട വിവിധ കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളും കർമ്മബന്ധങ്ങളും എല്ലാമാണ് അവതരിപ്പിക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത മഹാത്മൻ അവതരിപ്പിക്കുന്നതാണ്. ഏവർക്കും നമസ്കാരം. നന്ദി. ഹരി ഓം. ഗോപികമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ രഥം മുന്നോട്ട് പോകുകയാണ്. അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഗോപികമാര് തികച്ചും ലൗകികമായ കാര്യങ്ങളാണ് ഉൾക്കൊള്ളാൻ അവർക്ക് അതിനെ കഴിയൂ എന്നുള്ള ഒരു ഇത് ഭഗവാൻ അറിയാം. എന്നിരുന്നാലും ആത്യന്തികമായിട്ട് നിങ്ങളെല്ലാവരും എന്നിൽ ലയിക്കേണ്ടവരാണ്, നിങ്ങളെ എല്ലാവരെയും എനിക്ക് സംരക്ഷിക്കാൻ കഴിയും എന്ന ഒരു ഉറപ്പും കൂടി കൊടുക്കുകയാണ് അവിടെ ഭഗവാൻ. ആ ഉറപ്പ് നമ്മൾക്കും കൂടെ ബാധകമാണ് എന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ ആശ്വാസവചനങ്ങൾ നൽകിക്കൊണ്ടാണ് ഭഗവാന്റെ രഥം മുന്നോട്ട് പോകുന്നത്. ഇനി 5-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോ രഥം പോകുന്നത് നോക്കി പ്രജവാസികൾ അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ മനസ്സ്? സവിഷാദഭരം, വിഷാദം നിറഞ്ഞിരിക്കുകയാണ്. ഇനി അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു യാചനയുടെ ഭാവമാണ്. യാചന എന്താണ്? ഭഗവാനെ, അങ്ങ് ഇവിടെ ഞങ്ങളെ വിട്ടിട്ട് പോകരുതേ, അല്ലെങ്കിൽ എത്രയും വേഗം തിരിച്ചു വരണേ എന്ന ഒരു യാചന കൂടിയുണ്ട് ഇവിടെ. അങ്ങനെ അവര് നോക്കി നിൽക്കും, ആ രഥം പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും.
രഥം പോകുന്നത് നോക്കി നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. വഴിയിലൂടെ രഥം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ ആദ്യം രഥം അതിലിരിക്കുന്നവരെ എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൂരം കൂടുമ്പോഴേക്കും അത് അവ്യക്തമായി വരുന്നു. കുറച്ചു നേരം കൂടെ കഴിഞ്ഞാല് നമുക്ക് ആ രഥത്തിന്റെ കൊടി മാത്രമേ കാണൂ. കുറെ നേരവും കൂടെ നോക്കി നിൽക്കുമ്പോ പോയ വഴിയിൽ കുറെ പൊടിപടലങ്ങൾ മാത്രം കാണും. എന്നാലും അതിന്റെ ഇടയിൽ കൂടി നമ്മളെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്ന ഭഗവാനെ കാണാൻ ഇങ്ങനെ ഉള്ള ഒരാർത്തിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പ്രജവാസികൾ. ഇവിടെ നമ്മൾ ഒരു കാര്യവും കൂടി ചിന്തിക്കണം. ഭഗവാന് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അവതാര ഉദ്ദേശം നിറവേറ്റേണ്ടതുണ്ട്. കംസന്റെ ധനുർയാഗത്തിൽ പങ്കെടുക്കണം. കംസവധം ഇവിടെ അനിവാര്യമാണ്. അപ്പോ പോകാതിരിക്കാനും വയ്യ. ഭഗവാന്റെ ഒരു നിസ്സഹായ അവസ്ഥ, അതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കുക. ഇതേ അവസ്ഥ നമ്മളിൽ എല്ലാവർക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചെയ്യാതിരിക്കാൻ വയ്യ, ചെയ്യാൻ മനസ്സുമില്ല. വളരെ നിർബന്ധത്തിന് അടിമപ്പെട്ട് പലതും ചെയ്തു പോകും. അങ്ങനെ ഒരു അവസ്ഥയും കൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ആ യാത്രയിലൂടെ. ഇനി പോകുന്ന പോക്കില് രഥം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ദൃഷ്ടി പുറകിലേക്കാണ്. അവിടെ നോക്കി നിൽക്കുന്ന വ്രജവാസികളുടെ അടുത്തേക്ക്, പ്രത്യേകിച്ച് ഗോപികമാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോട്ടത്തില് എന്തായിരുന്നു ഭാവം? സ്നേഹമുണ്ടായിരുന്നു, പ്രണയവായ്പും ഉണ്ടായിരുന്നു. അതുപോലെയുള്ള നോട്ടം കൊണ്ട് അവരെ കടാക്ഷിക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തിരുന്നു. അങ്ങനെ ബലരാമനോട് കൂടി അക്രൂരന്റെ കൂടെ ഭഗവാൻ അമ്പാടി വിട്ട് മധുരയിലേക്ക് യാത്രയാണ്. 6-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോ നോക്കൂ. അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോഥ വല്ലഭാനാം. ഇവിടെ രണ്ട് കാര്യം എടുത്തു പറയുന്നു. വല്ലവാനാം അനസാ, വല്ലഭാനാം മനസാ. വല്ലവന്മാരുടെ അനസാ, വണ്ടികൾ. അപ്പൊ ഭഗവാനെ പിന്തുടർന്ന് ആരൊക്കെയാണ് പോയത്? സ്വന്തം പിതാവുണ്ടായിരുന്നു, അവിടെ സുഹൃത്തുക്കളും അവര് അവരുടേതായ വണ്ടികളിൽ ഭഗവാനെ അനുഗമിക്കുന്നു. കൂടാതെ ഗോപികമാരുടെ മനസ്സ്, വല്ലഭമാരുടെ മനസ്സ് ഭഗവാനെ അനുഗമിക്കുകയാണ്. അവര് അത്രമാത്രം നിഷണ്ണ ഹൃദയരാണ്. അങ്ങനെ അവര് പോകുകയാണ്. ഇവിടെ നോക്കിയാല് വനമാർത്ത മൃഗം, നിഷണ്ണ വൃക്ഷം, പ്രകൃതി പോലും ഭഗവാന്റെ വേർപാടിൽ ദുഃഖിക്കുന്നത് നമുക്ക് കാണാം. അവിടെ വസിക്കുന്ന മറ്റ് മൃഗങ്ങൾ, അതായത് മാനുകള്, വൃക്ഷലതാദികള് എല്ലാം ദുഃഖത്തോടെയാണ്. രഥം മുന്നോട്ട് പോകുമ്പോൾ ദുഃഖം സഹിക്ക വയ്യാതെ ഓടി മറയുന്നത് പോലെ നമുക്ക് തോന്നും, ഇല്ലേ? ഒരു വണ്ടിയിലിരുന്ന് നോക്കുമ്പോൾ വൃക്ഷങ്ങളെല്ലാം പുറകോട്ട് ഓടി മറയുന്നതാണ് നമ്മൾ കാണുന്നത്. ദുഃഖഭാരം സഹിക്കാൻ വയ്യാതെ അവര് കാഴ്ച കാണാൻ കഴിയാതെ അവര് ഓടി മറയുന്നു. അങ്ങനെ പിന്നിട്ടിട്ട് ആ രഥം അവസാനം എത്തിച്ചേർന്നത് എവിടെയാണ്? യമുനാതടീം അയാസി. യമുനാ തീരത്തെത്തിച്ചേർന്നു. നമുക്കറിയാം അവിടെ രാസക്രീഡകളെല്ലാം ആടിയിട്ടുണ്ട്, ഇല്ലേ? ആ തീരത്തവിടെ എത്തിച്ചേർന്നു. ഇനി അടുത്ത ശ്ലോകം 7-ാമത്തേലേക്ക് പോയാൽ, നിയമായ നിമജ്ജ വാരിണി ത്വാം അഭിവീക്ഷ്യാദര ദേവി ഗാന്ധിനേയ. യമുനാ തീരത്ത് എത്തിയപ്പോഴേക്കും ഏതാണ്ട് മധ്യാഹ്നമായി. അപ്പോ നിയമായ നിമജ്ജ വാരിണി ത്വാം അഭിവീക്ഷ്യാദര ദേവി ഗാന്ധിനേയ. ഗാന്ധിനേയൻ, ഗാന്ധിനയുടെ പുത്രൻ ഗാന്ധിനേയൻ, അതായത് അക്രൂരൻ. നിയമായ, നിങ്ങൾക്ക് യമനിയമങ്ങളെ കുറിച്ചറിയാം, അല്ലെ? നിയമായ ശുദ്ധിക്രിയകള്, അതായത് സന്ധ്യാവന്ദനങ്ങളെ കുറിച്ചൊക്കെ നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. 3 സന്ധ്യകളാണ്: പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, പ്രദോഷ സന്ധ്യ.
അപ്പോ യമുനാതടത്തിൽ എത്തിയപ്പോഴും മധ്യാഹ്നമായി. മധ്യാഹ്ന സന്ധ്യയിൽ വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദേഹശുദ്ധിക്കായി അക്രൂരര് യമുനാ നദിയിൽ ഇറങ്ങി മുങ്ങാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് അവിടെ കണ്ടത്? ആ മുങ്ങിയപ്പോൾ തന്നെ ഭഗവാന് ശ്രീകൃഷ്ണനെ അവിടെ കണ്ടു. ബാലഭാവത്തിലുള്ള ശ്രീകൃഷ്ണനെ ഭഗവാനെ കണ്ടു അവിടെ ഒന്ന് മുങ്ങിയപ്പോ. ആശ്ചര്യചകിതനായി. ആശ്ചര്യം, അത്ഭുതം നിയന്ത്രിക്കാനാവാതെ ഉടനെ പൊങ്ങി രഥത്തിലേക്ക് നോക്കി. അപ്പോഴോ രഥത്തിൽ അതാ ഭഗവാൻ അവിടെ ഇരിക്കുന്നു. അക്രൂരര് ആശ്ചര്യവും അത്ഭുതവും എല്ലാം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായി. എന്താണ് ആ അനുഭവം എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ നമുക്ക് ആർക്കും. അതുപോലെ ഒരു അവസ്ഥയിലാണ് അക്രൂര്. അപ്പൊ ഇവിടെ നാരായണീയകാരനായ മേൽപ്പത്തൂര് നമ്മളോട് പറയുന്നു, അക്രൂരോടും പറയുന്നു, അങ്ങനെ രഥത്തിലും ജലത്തിലും ഭഗവാനെ കണ്ടു എന്ന് ഓർത്ത് ഇത്ര ആശ്ചര്യപ്പെടേണ്ടതുണ്ടോ അക്രൂരരെ എന്ന്? സർവവ്യാപിയല്ലേ, അത് അക്രൂരർക്ക് അറിയില്ലേ? ആ ചോദ്യം നമ്മളോടും മേൽപ്പത്തൂര് ചോദിക്കുകയാണ്. സർവവ്യാപിയായ ഭഗവാനെ രഥത്തിലും ജലത്തിലും കണ്ടു ആശ്ചര്യപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. ഇവിടെ ഈ രഥത്തിലും ജലത്തിലും ഭഗവാൻ ദർശനം കൊടുത്തതിന്റെ പിന്നിൽ ചെറിയൊരു കാര്യം കൂടി നമുക്ക് വായിച്ചെടുക്കാം. അക്രൂരക്ക് ബാലനായ ഭഗവാനെ കണ്ടപ്പോൾ ഉള്ളില് ഒരു വേള ഒരു സംശയം ഉണ്ടായി. ഇതെന്താണെന്ന് വെച്ചാൽ ഹംസന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അപകടം പറ്റുമോ, അങ്ങനെയുള്ള ഒരു പേടി, എന്തെങ്കിലും മറ്റുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടി അക്രൂരനിലുണ്ട് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. അപ്പോ സർവവ്യാപിത്വം കാണിച്ചു കൊടുത്തിട്ട് അക്രൂരരുടെ ആ പേടി ഭഗവാൻ മാറ്റിയെടുത്തു. അടുത്ത ശ്ലോകമായ 8-ാമത്തേലേക്ക് പോകുമ്പോൾ അപ്പോ ഇതെല്ലാം കണ്ട് അക്രൂരര് ആകെ ആശ്ചര്യചകിതനായിട്ട് നിൽക്കുകയാണ്. അക്രൂരര് വീണ്ടും ഒന്നുകൂടെ യമുനാ നദിയിൽ മുങ്ങുക. അപ്പോഴോ എന്താണ് കണ്ടത്? അനന്തശായിയായ ചതുർബാഹുവായ ഭഗവാനെ, എന്താണ് ചക്രം, ശംഖ്, ഗദ, പത്മം എന്നെല്ലാം ധരിച്ച ദേവസമൂഹവും സിദ്ധസമൂഹവും ചുറ്റിലും നിൽക്കുന്നതായ ചതുർബാഹുവായ ഭഗവാനെ 2-ാമത്തെ മുങ്ങലില് അക്രൂരര് കാണുകയാണ്. ആ ദർശനം കിട്ടിയതോടുകൂടി അക്രൂരുടെ മനസ്സിലുള്ള ആശ്ചര്യഭാവം എല്ലാം പോയി. എന്നിട്ടോ തത്വബോധമുണ്ടായി. ബോധം കൈവന്നതോടുകൂടി ഭഗവാനെ പല പ്രകാരത്തിൽ സ്തുതിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവിടെ നമ്മൾ ഒന്ന് കാണണം, ഭക്തിയുള്ള ആരെയും ഭഗവാൻ കൈവിടില്ല. ഒരു യമുനാ നദിയിലൊന്ന് മുങ്ങിയപ്പോഴേക്കും അക്രൂർക്ക് ദർശനം നൽകി. അതുപോലെയാണ് ഭക്തിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് 8-ാമത്തെ ശ്ലോകത്തിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഹരിയോ. അടുത്തത് അടുത്ത മഹാത്മാവ് പറഞ്ഞു തരും. ഹരിയോ. ഹരി നാരായണ ഗുരുവായൂരപ്പ. അങ്ങനെ എല്ലാം ഭഗവാനാണ് എന്ന് ദർശനം കിട്ടിയ അക്രൂരത് ഉള്ളിൽ ഒരു തത്വബോധം ഉണ്ടാകുകയാണ്. ആ തത്വബോധം ഉണ്ടായതിനുള്ള അക്രൂരന്റെ ആനന്ദപരിവേശത്തെ കുറിച്ച് പറയുകയാണ് ഈ ശ്ലോകം. അക്രൂരന്റെ അങ്ങനെ ഭഗവാന്റെ ദർശനം കിട്ടിയ സമയത്ത് ബ്രഹ്മാനന്ദമാകുന്ന സമുദ്രത്തിലേക്ക് മുങ്ങിയിട്ട് നാനാപ്രകാരത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ ഭഗവാനെ കാണുന്നില്ല. എന്നാൽ മുമ്പുണ്ടായ അതേ അനുഭവം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാറിയില്ല. അത് അനുവൃത്യ അതെങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
ശരീരമാകെ രോമാഞ്ചം, അതേ രോമാഞ്ചമണിഞ്ഞ അക്രൂരർ അതേ ഭാവത്തോടെ ഭഗവാന്റെ അടുത്തേക്ക്, ആ രഥത്തിന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. അപ്പൊ അവിടെ ആ ആനന്ദ ശരീരനായുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ട അക്രൂരർ ആദ്യമൊന്നും ഗദ്ഗദനായിട്ട് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒന്ന് ശാന്തമായതിനു ശേഷം ഭഗവാനെ പല പ്രകാരത്തിലുള്ള സ്തുതിക്കുകയാണ്. ഈ അക്രൂരസ്തുതി വളരെ വിശദമായി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭഗവാനെ അവിടെ എങ്ങും കാണുന്നില്ല. എങ്കിലും ഭഗവാനെ കണ്ടതിലുണ്ടായ ആ രോമാഞ്ചം ശരീരമാസകലം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പുറത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് 10ാം ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ഭഗവാൻ ഒന്നും അറിയാത്തതിനെ പോലെ അക്രൂരന്റെ ഈ ഒരു ഭാവത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ആകെ രോമാഞ്ചമണിഞ്ച് അങ്ങനെ കുളിരുകോരിക്കൊണ്ട് നിന്ന പോലെ തണുത്ത് വിറച്ചുകൊണ്ടുവരുന്ന അക്രൂരനോട് ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ ചോദിക്കുകയാണ്, നല്ല തണുപ്പുണ്ടോ? എന്തായിരുന്നു എങ്ങനെ കുളിരുന്നത്? എന്താ ഇങ്ങനെ ഒരു രോമാഞ്ചം? വെള്ളത്തിന് നല്ല തണുപ്പുണ്ടോ? ഇങ്ങനെ ഭഗവാൻ ചോദിച്ചപ്പോൾ അക്രൂരൻ ഒന്നും മന്ദഗതി. കാരണം അക്രൂരന് മനസ്സിലായി ഇതൊക്കെ അറിയാത്ത ഭാവത്തിൽ തന്നോട് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാനോട് ഒന്നും പറയാനില്ല, അറിയാത്തതുപോലെ ചോദിക്കുകയാണ്. എന്തെന്നാൽ ഒന്ന് പറയാതെ അക്രൂരൻ നേരെ തേരിൽ കയറിയിരുന്നു. അങ്ങനെ അക്രൂരനോട് കൂടി ഇരുന്നിട്ട് ഒന്നിച്ചിരുന്ന് അരുളുന്ന അല്ലയോ ഗുരുവായൂരപ്പ എന്നെ അങ്ങ് പരിപാലിക്കണമേ, ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് ഭാഗവത്തിൽ ആ ഭഗവാനെ കണ്ട അതിശയമായ ഭാവം മുഖത്ത് വെച്ചിട്ട് അക്രൂരർ രഥത്തിൽ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ വെള്ളത്തിൽ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അക്രൂരർ ഒന്നും മിണ്ടിയില്ല. എല്ലാം അറിയുന്ന ഭഗവാൻ തന്നെ ഒന്ന് പരീക്ഷിക്കാമെന്നും ചോദിക്കുന്ന ഭഗവാനോട് എന്തു പറയാണ് എന്ന് അക്രൂരൻ ചിന്തിക്കുകയാണ്. അങ്ങനെ അധികാരിഷം മനസ്സിൽ നിറച്ചുകൊണ്ട് ഭഗവാനൊപ്പം രഥത്തിലിരുന്ന അക്രൂരൻ അങ്ങനെ രഥത്തിലിരുന്നു, ഭഗവാനെ ഗുരുഭവനപുര എങ്കിൽ എന്നെ പരിപാലിച്ചു കൊള്ളണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. ഹരേ നാരായണ. ഹരിയോം. ഹരിയോം. സമർപ്പണ ശ്ലോകത്തിന് ഹരിയോം. കായേന വാചാ മനസേന്ദ്രിയാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. അപ്പൊ അങ്ങനെ നമ്മുടെ യാത്ര പലവരും നമ്മുടെ യാത്രയിൽ കയറിക്കഴിഞ്ഞു. ഇനിയും പലവരും അടുത്ത സ്റ്റേഷനിലോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങട്ടെ. അപ്പൊ നമ്മുടെ ഇത്രയും യാത്ര സുഖകരമാക്കിയ പലവരും ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ എല്ലാവരും ഒന്നുകൂടെ ഞാനൊന്ന് വിളിച്ച് നന്ദി പറയാം. ധ്യാന ശ്ലോകം ചൊല്ലിയ വൈഷ്ണവിയക്ക, ചാൻറ്റിങ് ഗൈഡൻസ് ചെയ്ത ഗിരിജാക്ക, റിപ്പിറ്റേഷൻ ചെയ്ത ജയശ്രീ അക്ക, രാജലക്ഷ്മി അക്ക, സുഷ്മ അക്ക, ഭാനുമതി അക്ക, ഹരിദാസ് അണ്ണൻ, അനീഷ് അണ്ണൻ, പ്രേമവല്ലി അക്ക, ഗീത, ഷിബു അക്ക, രാജേശ്വരി അക്ക, ശ്രീകുമാർ അണ്ണൻ, അതേപോലെ എക്സ്പ്ലനേഷൻ നൽകിയ രാജേന്ദ്ര കുറുപ്പാക്ക, രുക്മിണി എസ് അക്ക, വാസുദേവ അണ്ണനും, സമർപ്പണ ശ്ലോകം ചൊല്ലിയ ലളിത വാസുദേവൻ അക്ക, അതേപോലെ ഇനിയും ലോക കല്യാണം ചൊല്ലാൻ പോകുന്ന രാകേഷ് അണ്ണനും നന്ദി. അതോടൊപ്പം നമ്മുടെ ഈ യാത്ര കാണാനും കേൾക്കാനും എത്തിയ എല്ലാ നമ്മുടെ യോഗ ബന്ധുക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഹരിയോം. രാകേഷ്. ഹരിയോം. ലോക കല്യാണ മന്ത്രം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ഹരിയോം. ഹരിയോം. ഇതോടെ 73ാമത്തെ ദശകം പാരായണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദശകം അടുത്ത ആഴ്ച അടുത്ത ജില്ലകളായി നമ്മൾ തുടരുന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഹരിയോം.